മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. ഗാന്ധി ജയന്തിയിൽ തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം കൈവരിക്കുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി തുടരുന്ന മാലിന്യ നീക്കത്തിന് ശാശ്വത പരിഹാരം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ രണ്ടാം ഘട്ടം ലക്ഷ്യം വെക്കുന്നത് ഇതാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ കർമ്മപരിപാടി. ക്യാമ്പയിൻ നടത്തിപ്പിനായി സംസ്ഥാന തലത്തിലുള്ളതിനു പുറമെ ജില്ലാതലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും നിർവഹണ സമിതി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പാക്കും. സമ്പൂർണ്ണ ഹരിത ടൂറിസം കേന്ദ്രം, സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം, നഗരം, ഹരിത ഓഫീസുകൾ, സമ്പൂർണ്ണ ഹരിത വിദ്യാലയം തുടങ്ങി വിവിധ പ്രഖ്യാപനങ്ങളും നടത്തും. ഇത് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നതിൽ നിന്നും അതിനെ എങ്ങനെയാണ് ഒരവസരമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ മാലിന്യ പരിപാലനം നടത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നതും. അതിനു വേണ്ടിയിട്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോരോ ഇടപെടലുകൾ നമ്മൾ നടത്തി വരികയും ചെയ്യുകയാണ്. ജനകീയ വിജിലൻസ് സ്ക്വാഡുകൾ, പോലീസ് വകുപ്പിന്റെ സഹായത്തോടെയുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ, ശുചിത്വം, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ പരിശോധനകൾ എന്നിവ കാര്യക്ഷമമാക്കും. ക്യാമ്പയിനിന്റെ ഭാഗമായി ആവശ്യമായ ഇടങ്ങളിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തേക്ക് കടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അതിർത്തികളിലും ചെക്ക് പോസ്റ്റുകളിലും പരിശോധന. സംസ്ഥാനത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, മൊത്തക്കച്ചവടക്കാർ, സ്റ്റോക്കിസ്റ്റുകൾ എന്നിവർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകും. 24 തിരുവനന്തപുരം.